ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണം സീരീസിലെ 4ാമത്തെ വീഡിയോ. ഇന്ന് 2 റെസിപ്പീസാണ്, ബീട്രൂട്ട് കിച്ചടിയും വെണ്ടയ്ക്ക പച്ചടിയും. ഇതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രേറ്ററിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. കിച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി അരപ്പൊക്കെ ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം. അതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയ ശേഷം ഒന്ന് എടുത്ത് തണുപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില ഇവ നന്നായിട്ടൊന്ന് എണ്ണയിലേക്ക് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതോടെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. വെണ്ടയ്ക്ക ഒരു 7 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇനി വെണ്ടയ്ക്ക പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 പച്ചമുളകും 1 ടീസ്പൂണോളം കടുകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നതിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും തേങ്ങയുടെ അരപ്പ് അങ്ങനെ പച്ചക്കെ ചേർത്താണ് ഞാനും കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പലരും പല റെസിപ്പീസ് ആണല്ലോ ഫോളോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് തേങ്ങയുടെ ആ ഒരു പച്ച ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ആ വെണ്ടയ്ക്ക മൂപ്പിച്ചതിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കട്ടകളെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വെണ്ടയ്ക്കയും തേങ്ങയും ചേർത്ത് ആ മിക്സ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് വെണ്ടയ്ക്ക പച്ചടിക്ക് ആവശ്യമായ കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1-2 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഇട്ടിരിക്കുന്ന 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.